എല്ലാവർക്കും നമസ്കാരം. കേരള എക്സൈസിൻ്റെ സർവീസ് പ്ലസ് എന്ന ഓൺലൈൻ വെബ് പോർട്ടൽ വഴി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നും അതിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കുക എന്നും നാം കഴിഞ്ഞ വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കി. ഈ വീഡിയോയിൽ റീവാലിഡേറ്റ് പേയ്മെൻറ്റ് എന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സർവീസ് പ്ലസിൽ പേയ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കാതെ വന്നിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്ത പേയ്മെൻറ്റ് എറർ ആകുമ്പോഴാണ്. എറർ എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് കട്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ബാക്ക് ബട്ടൺ പ്രസ് ആവുകയോ നമ്മുടെ കാർഡ് ലിമിറ്റ് എക്സീഡ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ഈ ട്രഷറിയുടെ തകരാറുകൾ കൊണ്ടോ ഇങ്ങനെ സംഭവിക്കാം. നാം ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ നാം പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിൻഡോയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അപ്പോൾ നാം ചെയ്യേണ്ടത് ഇവിടെ സ്ക്രീനിന് ഇടത് സൈഡായി സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ മെനുവിന് താഴെ റീവാലിഡേറ്റ് പേയ്മെൻറ്റ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ആ ആപ്ലിക്കേഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റീവാലിഡേറ്റ് ആവുന്നത് കാണാം. തുടർന്ന് റീവാലിഡേഷൻ പേയ്മെൻറ്റ് എന്ന സെക്ഷനുള്ളിൽ ആപ്ലിക്കേഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുത്ത് വീണ്ടും പേയ്മെൻറ്റ് ചെയ്യുക. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റീവാലിഡേറ്റ് ആകാതെ വീണ്ടും റീവാലിഡേറ്റ് പേയ്മെൻറ്റ് എന്ന സെക്ഷനുള്ളിൽ കാണുവാൻ സാധിക്കും. പ്ലീസ് ട്രൈ ആഫ്റ്റർ സം ടൈം എന്ന ഒരു മെസ്സേജും ചില സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വിൻഡോയാവും നമുക്ക് ലഭിക്കുക. അതിൽ നമ്മുടെ സ്റ്റാറ്റസ് പെൻഡിങ് ആയി കാണപ്പെടുന്നു. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് 4 മുതൽ 8 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ റീവാലിഡേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടതിൻ്റെ ടെക്നിക്കൽ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു GRN നമ്പർ ലഭിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഓരോ പേയ്മെൻറ്റ് ട്രൈ ചെയ്യുമ്പോഴും ഡിഫറൻറ്റ് GRN നമ്പർ ആണ് ജനറേറ്റ് ആകുന്നത്. നിങ്ങളുടെ പേയ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യുണീക്ക് നമ്പറാണ് GRN നമ്പർ. ഈ ട്രഷറിയുടെ സൈറ്റിൽ കയറിയ ശേഷം സെർച്ച് ചെല്ലാൻ എന്ന ഓപ്ഷൻ വഴി നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു പേയ്മെൻറ്റ് എററായി കഴിഞ്ഞാൽ ഈ GRN നമ്പർ വെച്ച് മാത്രമേ നമുക്ക് ആ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ ട്രാൻസാക്ഷൻ 2 വിധത്തിലാണ് ക്യാൻസൽ ആവുന്നത്. ഒന്ന്, നിങ്ങളുടെ ട്രാൻസാക്ഷൻ ക്യാൻസൽ ആയി എന്ന് നിങ്ങളുടെ ബാങ്ക് ഈ ട്രഷറിയെ അറിയിക്കുന്ന മുറയ്ക്ക് ഇത്തരത്തിൽ ബാങ്കിൽ നിന്നും 2 മണിക്കൂർ ഇടവിട്ട് ഈ ട്രഷറിയിലേക്ക് റെസ്പോൺസ് കോഡ് അയക്കുന്നതാണ്. ഇത് ഈ ട്രഷറിക്ക് ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ട്രാൻസാക്ഷൻ ക്യാൻസൽ ആവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് റീവാലിഡേറ്റ് ചെയ്ത ശേഷം പേയ്മെൻറ്റ് ചെയ്യുവാനും സാധിക്കും. രണ്ടാമതായി, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ IT സെക്ഷൻ വഴി ഈ ട്രഷറിയെ അറിയിക്കാം. ഇതിനായി അവരുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ജനറേറ്റ് ആയ GRN നമ്പർ, എമൗണ്ട്, നിങ്ങളുടെ ബാങ്ക് എന്നിവ ടൈപ്പ് ചെയ്ത ശേഷം വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, GRN നമ്പർ ടൈപ്പ് ചെയ്ത് തന്നെ അയക്കുക. അത് അവർ ഔദ്യോഗികമായി ഈ ട്രഷറിയെ അറിയിച്ച് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ നിന്നും എമൗണ്ട് നഷ്ടമായിട്ടില്ല എങ്കിൽ മാത്രമേ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യുവാൻ വേണ്ടി മെസ്സേജ് കൊടുക്കുവാൻ പാടുള്ളൂ. എമൗണ്ട് നഷ്ടമാകുന്ന പക്ഷം നിങ്ങളുടെ ഡിസ്ട്രിക്ട് IT സെല്ലിലോ എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ IT സെല്ലിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തികച്ചും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.